ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. ഇപ്പോൾ നമ്മൾ ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റീസെൻ്റ്ലി ലാസ്റ്റ് നടന്ന ഡ്രൈവർ എക്സാമിലെ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡ്രൈവറിൻ്റെ ഏറ്റവും പുതിയ പോലീസ് ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ആ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. കാരണം ഏറ്റവും റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമാണ്. കുറച്ചധികം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗുഡ് സമരിറ്റൻ്റെ ഒരു നല്ല സമരിയക്കാരനെ കുറിച്ച് പറയുന്ന രണ്ട് റൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. സെക്ഷൻ 168 169 റൂൾ 168 169 അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 134A പഠിക്കുന്നുണ്ടായിരുന്നു. സോ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഗുഡ് സമരിറ്റൻ്റെ മൊഴി രേഖപ്പെടുത്തേണ്ടി വന്നാൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടി എന്താണ് എന്നതാണ്. ഒരു നല്ല സമരിയക്കാരൻ ആരാ എന്നുള്ളതാണ് ഒരു ഗുഡ് സമരിറ്റൻ്റെ നിന്ന് ഒരു മൊഴി സ്വീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്? ഓപ്ഷൻ എ പറയുന്നത് അവരെ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിർബന്ധിക്കുക. ഓപ്ഷൻ ബി പറയുന്നത് അവരെ തടഞ്ഞു വെച്ച് മൊഴിയെടുക്കുക. ഓപ്ഷൻ സി പറയുന്നത് അവർക്ക് സൗകര്യപ്രദമായ സമയത്തും സ്ഥലത്തും മാന്യമായി മൊഴി രേഖപ്പെടുത്തുക. ഓപ്ഷൻ ഡി പറയുന്നത് കോടതിയിൽ വെച്ച് മാത്രം മൊഴി രേഖപ്പെടുത്തുക. ഒരു നല്ല സമരിയക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നില്ല നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. ഓൾറെഡി എക്സാം എഴുതി ആളുകൾക്ക് എന്തായാലും അത് അറിയുന്നുണ്ടായിരിക്കും. പുതിയതായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മളൊരു ആക്സിഡൻസോ കാര്യങ്ങളോ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രതിഫലത്തിനൊന്നും വേണ്ടിയല്ലാതെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ റോഡ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ കുറേ ആളുകൾ മുന്നിട്ട് ഇറങ്ങാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒരു നല്ല സമരിയക്കാരൻ എന്ന് പറയുന്നത്. പലപ്പോഴും പല ആളുകളും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് പിന്നാലെ നടക്കേണ്ട ഒരവസ്ഥ ഒക്കെ ഉണ്ടായത് കൊണ്ട് അതിനുശേഷം ഗവൺമെന്റ് പുതിയതായിട്ട് കൊണ്ടുവന്ന റൂളാണ് 134A എന്നൊക്കെ പറയുന്നത് ഗുഡ് സമരിറ്റന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് അയാൾക്ക് ഒരു നല്ല സമരിയക്കാരനുള്ള അവകാശങ്ങൾ, അയാളെ എങ്ങനെയാണ് എക്സാമിൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അയാളെ എങ്ങനെയാണ് അയാളുടെ കയ്യിൽ നിന്നും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. അയാൾക്ക് സാക്ഷിയാകാം, സ്വമേധയാ സാക്ഷിയാകണമെങ്കിൽ ആകാം, നിർബന്ധിച്ച് സാക്ഷിയാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മൊഴി രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്നാണ്. അപ്പോൾ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിർബന്ധിക്കുക. ഒരിക്കലും ചെയ്യാൻ പാടില്ല. പോലീസ് സ്റ്റേഷനിൽ നിർബന്ധിച്ചിട്ട് ഹാജരാക്കാൻ പാടില്ല. അവരെ തടഞ്ഞു വെച്ച് മൊഴിയെടുക്കുക, അതും ചെയ്യാൻ പാടുള്ളതല്ല. കോടതിയിൽ വെച്ച് മാത്രം മൊഴിയെടുക്കുക, അതുമല്ല. ആൻസർ വരുന്നത് എന്താണ്? അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്തും സമയത്തും മാന്യമായി മൊഴി രേഖപ്പെടുത്തുക. അതാണ് നമുക്ക് എന്ത് വരുന്നത് ആൻസർ വരുന്നത്. അപ്പോൾ അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് മാന്യമായിട്ട് മൊഴി രേഖപ്പെടുത്തുക. പോലീസ് സ്റ്റേഷനിൽ അവർ മൊഴിയെടുക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അവരെ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ എന്ത് ചെയ്യണം, മൊഴിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പറഞ്ഞയക്കണം. അവരെ ഒരിക്കലും അവിടെ എന്ത് ചെയ്യരുത്, പിടിച്ചിരുത്തരുത്. ഇനി അവരുടെ വീട്ടിലോട്ടാണ് മൊഴിയെടുക്കാൻ പോകുന്നത് എങ്കിലോ പോലീസുകാർ സിവിൽ ഡ്രസ്സിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അവർ യൂണിഫോം ഇട്ടുകയാണെന്നും പോകരുത്. കാരണം അയാളൊരു ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ഒരിക്കലും അയാൾ മറ്റൊരു രീതിയിൽ കാണരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത് ദൃക്സാക്ഷിയാകാൻ തയ്യാറാകുന്നത് ഗുഡ് സമരിറ്റന്റെ ചോദ്യം ചെയ്യാൻ ഏത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ ഒരാൾ ഒരു ഗുഡ് സമരിറ്റൻകാരൻ സ്വമേധ ദൃക്സാക്ഷിയാകാം എന്ന് പറഞ്ഞു. ഞാനിതിനെ കുറിച്ച് ഈ ഒരു അപകടം കണ്ട ഒരാൾ, അപ്പോൾ അയാളെ ചോദ്യം ചെയ്യാൻ ഏത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടത് എന്നല്ലോ. ഓപ്ഷൻ എ ഇംഗ്ലീഷ് മാത്രം. ഓപ്ഷൻ ബി ഉദ്യോഗസ്ഥന്റെ മാതൃഭാഷ. ഓപ്ഷൻ സി ഗുഡ് സമരിറ്റൻ സംസാരിക്കുന്നതും എളുപ്പത്തിൽ മനസ്സിലാകുന്നതുമായ ഒരു ഭാഷ. ഓപ്ഷൻ ഡി ഹിന്ദി മാത്രം. ഏതായിരിക്കും? നമുക്ക് ഈ ഒരു ഭാഗം പഠിക്കാതെ പോയാലും ഈ ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും അല്ലേ. അതായത് ഓപ്ഷൻ സി ഗുഡ് സമരിറ്റൻ സംസാരിക്കുന്നതും എളുപ്പത്തിൽ മനസ്സിലാകുന്നതുമായ ഒരു ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. ഇതേ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ റൂളിൽ ചെറിയൊരു കാര്യം കൂടുതൽ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ കേസ് ആ ഉദ്യോഗസ്ഥന്റെ ഭാഷയും ഗുഡ് സമരിറ്റന്റെ ഭാഷയും ഒരെണ്ണം അല്ലെങ്കിൽ അതിന് ഒരു ട്രാൻസ്ലേറ്ററെ നമുക്ക് അവിടെ നിയോഗിക്കാം എന്നുള്ളത്. അയാൾ പറയുന്നത് തിരിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ട്രാൻസ്ലേറ്ററെ നിയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലൈസൻസ് പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന പ്രത്യേക സാഹചര്യം ഏത്? അപ്പൊ ലൈസൻസ് പിടിച്ചെടുക്കാനുള്ള അധികാരം നമ്മൾ ഏതിലാണ് പറയുന്നത് അറിയോ? മോട്ടോർ വെഹിക്കിൾ ആക്ട്. നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് ലൈസൻസ് പിടിച്ചെടുക്കാൻ അതാണ് സെക്ഷൻ 206 ആണ് പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 206 ആണ് ലൈസൻസ് പിടിച്ചെടുക്കാനുള്ള അധികാരം പറയുന്നത്. സോ ലൈസൻസ് 207 വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള അധികാരമാണ്. ലൈസൻസ് പറഞ്ഞാൽ 206 ലൈസൻസ് മാത്രമല്ല, വാഹനവുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ പിടിച്ചെടുക്കാനുള്ള അധികാരം 206 പറയുന്നുണ്ട്. വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള അധികാരം 207 പറയുന്നുണ്ട്. സോ ലൈസൻസ് പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന പ്രത്യേക സാഹചര്യം ഏത്?
ഏതൊക്കെ സാഹചര്യത്തിൽ പിടിച്ചെടുക്കാം? ഓപ്ഷൻ എ പറയുന്നത് നിയമലംഘനത്തിന് ശേഷം ഡ്രൈവർ നോട്ടീസ് കൈപ്പറ്റാതെ ഒളിവിൽ പോകുമെന്ന് സംശയം തോന്നിയാൽ. ദെൻ രണ്ടാമത് ഡ്രൈവർക്ക് വഴി അറിയില്ലെങ്കിൽ. മൂന്നാമത്തത് വാഹനത്തിൽ ഇന്ധനം കുറവാണെങ്കിൽ. ഓപ്ഷൻ ഡി പറയുന്നത് ഡ്രൈവർ പതുക്കെ വാഹനം ഓടിച്ചാൽ. സിംപിളി നമുക്ക് ആൻസർ അറിയാൻ പറ്റില്ലേ? അതായത് ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് ഡ്രൈവർ ഒളിവിൽ പോകും, അല്ലെ കുറ്റകൃത്യം ചെയ്ത ആൾ ആ വാഹനമായി ഒളിവിൽ പോകുമെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന് സംശയമുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ രേഖകൾ പിടിച്ചെടുക്കാം. അയാൾ ലൈസൻസ് പിടിച്ചെടുക്കാം, ഇനി വാഹനത്തിന്റെ RC കാര്യങ്ങൾ പിടിച്ചെടുക്കാം. സോ അതാണ് നമുക്ക് ഇരുന്നിട്ടോ. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 206 അത് പറയുന്നത് എന്നുള്ള കാര്യം കൂടിയും ഇതിന്റെ കൂടെ തന്നെ പഠിച്ചിട്ട് പോവുക പുതിയ ആൾക്കാർക്ക്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വാഹനം ഉദ്യോഗസ്ഥൻ പിടിച്ചെടുക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഏതാണ്? ഒരു വാഹനം ഒരു ഉദ്യോഗസ്ഥൻ പിടിച്ചെടുക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഏതാണ്? ഓപ്ഷൻ എ പറയുന്നത് വാഹനത്തിലെ ഡ്രൈവർ വിദേശിയായാൽ. ഓപ്ഷൻ ബി പറയുന്നത് സാധുവായ പെർമിറ്റോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ പൊതുസ്ഥലത്ത് വാഹനം ഓടിച്ചാൽ. ഓപ്ഷൻ ഡി പറയുന്നത് വാഹനത്തിലെ യാത്രക്കാർ ആവശ്യപ്പെട്ടാൽ. ഓപ്ഷൻ ഡി പറയുന്നത് വാഹനത്തിന്റെ നിറം ഉദ്യോഗസ്ഥന് ഇഷ്ടപ്പെടാത്തതിനാൽ. ഏതായിരിക്കും? സാധുവായ പെർമിറ്റോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ പൊതുസ്ഥലങ്ങളിൽ വാഹനം ഓടിച്ചാൽ ഉദ്യോഗസ്ഥന് വാഹനം എന്ത് ചെയ്യാം? പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. ഒരു വാഹനം ഉദ്യോഗസ്ഥൻ പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. സെക്ഷൻ ഏതാണ് വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരം? സെക്ഷൻ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 207 അല്ലെ? 206, 207 നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ 207 സെക്ഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യന് വാഹനത്തിലെ നമ്മൾ കുറേയധികം കമ്പോണൻസ് ഒക്കെ വാഹനവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമപ്രകാരം കുറേയധികം കാര്യങ്ങൾ ഘടിപ്പിക്കാണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്ത് പറയുന്നത്? ഫാസ്ടാഗ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ഇന്ത്യ ഒട്ടാകെ ഫാസ്ടാഗ് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. സോ ഫാസ്ടാഗ് പ്രവർത്തിക്കുന്നത് ഏത് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ്? നമ്മളെല്ലാവരും ഒരു ടോൾ പ്ലാസയിലൂടെ കടന്നു പോയ ആൾക്കാരൊക്കെ വാഹനം ഓടിച്ചിട്ട്. സോ ഫാസ്ടാഗിന് വേണ്ടിയിട്ട് നമ്മൾ ഫാസ്ടാഗ് ഒട്ടിച്ച വാഹനം ടോൾ പ്ലാസയിൽ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? എന്തോ ഒന്ന് സെൻസ് ചെയ്ത് നമ്മുടെ ഫാസ്ടാഗിൽ നിന്ന് സ്കാൻ ചെയ്യുന്നു. നമ്മുടെ ഫാസ്ടാഗിൽ പേയ്മെന്റ് ഉണ്ടാവും അല്ലേ? ആ പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുന്നു. സോ ടോൾ പ്ലാസയിൽ എന്ത് ചെയ്യുന്നു? ബാരിയർ പൊങ്ങുന്നു, നമ്മൾ വാഹനം മുന്നോട്ട് ഓടിച്ചു വന്നു. ഏത് ടെക്നോളജിയാണ് അവിടെ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്? ബ്ലൂടൂത്ത് ആണോ? വൈഫൈ ആണോ? റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ പറഞ്ഞ RFID ആണോ? അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് ആണോ? അപ്പോൾ ഏത് ടെക്നോളജിയാണ്? RFID ആണ് കേട്ടോ. RFID ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യന് സ്വകാര്യ വാഹനങ്ങൾക്ക് അടിക്കാൻ പാടില്ലാത്തതും സൈനിക അല്ലെങ്കിൽ പ്രതിരോധ വാഹനങ്ങൾക്ക് മാത്രമായി മാറ്റി വെച്ചിട്ടുള്ളതുമായ നിറം ഏതാണ്? നമ്മളെ വാഹനത്തിന് പെയിന്റ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മളെ വാഹനത്തിന് പെയിന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെ സ്വകാര്യ വാഹനങ്ങളായിട്ടുള്ള ഒരു വാഹനത്തിനും ഈ കളർ പെയിന്റ് അടിക്കാൻ പാടില്ല. ഈ കളർ പെയിന്റ് എന്ന് പറഞ്ഞാൽ സൈനിക പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഗവൺമെന്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രൈവറ്റ് വാഹനവും അല്ലെ ഒരു പബ്ലിക് സർവീസ് വാഹനം ഏത് വാഹനങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഒരു പെയിന്റ് അടിക്കാൻ പാടില്ല. ഈ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഈ പെയിന്റ് ഉള്ളൂ. സൈനിക പ്രതിരോധ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഈ പെയിന്റ് അടിക്കാൻ പറ്റുള്ളൂ. കറുപ്പ്, മഞ്ഞ, ഒലിവ് ഗ്രീന്, ചുവപ്പ് ഏതായിരിക്കും? നമുക്കറിയാം ഒലിവ് ഗ്രീൻ അല്ലേ? അതായത് ഒലിവ് ഗ്രീൻ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. കണ്ടിട്ടുണ്ടായിരിക്കും മിലിറ്ററി വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഡിഫൻസിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ കളർ എന്തായിരിക്കും? ഒലിവ് ഗ്രീൻ ആയിരിക്കും. സോ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എളുപ്പത്തിൽ തീ പിടിക്കുന്ന പദാർത്ഥങ്ങളോ സ്ഫോടക വസ്തുക്കളോ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ സൈലൻസറിൽ തീപ്പൊരി പുറത്തു വരാതിരിക്കാൻ ഘടിപ്പിക്കേണ്ട ഉപകരണം ഏത്? അതായത് നമ്മളുടെ ഹസാഡസ് വാഹനങ്ങൾ അല്ലെങ്കിൽ ഹസാഡസ് ഗുഡ്സ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അല്ലേ? അപകടകരമായ വസ്തുക്കൾ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ തീ പിടിക്കുന്ന പദാർത്ഥങ്ങളോ സ്ഫോടക വസ്തുക്കളോ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ സൈലൻസറിൽ തീപ്പൊരി പുറത്തു വരാതെ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഘടിപ്പിക്കേണ്ട ഉപകരണം കാറ്റലിറ്റിക് കൺവേർട്ടർ, സ്പാർക്ക് അറസ്റ്റർ, എക്സോസ്റ്റ് ബ്രേക്ക്, സ്പീഡ് ഗവർണർ അല്ലേ? ഓരോ നോക്കാം. ഏതായിരിക്കും? കാറ്റലിറ്റിക് കൺവേർട്ടർ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വാഹനത്തിൽ കാറ്റലിറ്റിക് കൺവേർട്ടർ വെക്കുന്നത്? നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വിഷാംശമായിട്ടുള്ള പുകകളുണ്ട് അല്ലേ? അതായത് കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങൾ. ഇത് നമുക്ക് ശ്വസിച്ചാൽ അപകടം പറ്റുന്നതാണ്, മരണം വരെ സംഭവിക്കുന്ന സാധനമാണ് ഈ കാർബൺ മോണോക്സൈഡ്. സോ ഈ കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡ് ആക്കുന്നതിനും അല്ലേ, അതേപോലെ തന്നെ ഹൈഡ്രോ കാർബൺസിനെ ജലം ഒക്കെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാഹനത്തിൽ കൊടുക്കുന്ന സാധനമാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്പാർക്ക് അറസ്റ്റർ, അതാണെന്ന് തോന്നുന്നത്. അത് സൈലൻസറിലൊക്കെ സ്പാർക്ക് വരുന്ന സമയത്ത് ആ സ്പാർക്കിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഘടിപ്പിക്കുന്നതാണ് സ്പാർക്ക് അറസ്റ്റർ എന്നാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ എക്സോസ്റ്റ് ബ്രേക്ക്, നമ്മുടെ എക്സോസ്റ്റിലെ
ഒരു വാൾവ് കൊടുത്തതിന് ശേഷം ബ്രേക്കിനെ നമ്മൾ നോർമൽ സർവീസ് ബ്രേക്ക് കിട്ടാതിരിക്കുമ്പോൾ എക്സോസ്റ്റ് ബ്രേക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ചില ഹെവി വാഹനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുണ്ട്. അതിനാണ് എക്സോസ്റ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ. സ്പീഡ് ഗവർണർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതായത് ഒരു ലിമിറ്റിൽ കൂടുതൽ സ്പീഡിൽ കൂടുതൽ വാഹനം ഓടാതിരിക്കാൻ വേണ്ടി ഒരു ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഡിവൈസാണ്, സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് ആണ് എന്ന് പറയുന്നത് സ്പീഡ് ഗവർണർ എന്ന് പറയുന്നത്. സോ ആൻസർ വരിക ഏതാണ്? സ്പാർക്ക് അറസ്റ്റർ ആണ് നമുക്ക് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുൻവശത്തെ ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവറുടെ നെഞ്ചിന് പരിക്കേൽക്കാതിരിക്കാൻ ആധുനിക വാഹനങ്ങൾ നിർബന്ധമാക്കിയിട്ടുള്ള സ്റ്റിയറിംഗ് സംവിധാനം ഏത്? ഓപ്ഷൻ എ പറയുന്ന ഹൈഡ്രോളിക് സ്റ്റിയറിംഗ്, ഓപ്ഷൻ ബി പറയുന്ന വുഡൻ സ്റ്റിയറിംഗ്, ഓപ്ഷൻ സി പറയുന്ന കൊളാപ്സിബിൾ സ്റ്റിയറിംഗ്, ഓപ്ഷൻ ഡി പറയുന്ന റിജിഡ് അയൺ സ്റ്റിയറിംഗ്. ആധുനിക വാഹനങ്ങളിൽ അല്ലെ മുൻവശത്തെ ഇടിയുടെ ആഘാതങ്ങളിൽ ഡ്രൈവറുടെ നെഞ്ചിന് പരിക്കേൽക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മളൊരു വാഹനം പെട്ടെന്ന് പോയി ഇടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഫ്രണ്ടിൽ നിന്ന് നല്ല ഇമ്പാക്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റിയറിംഗിൻ്റെ മൊത്തം യൂണിറ്റ് അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ വന്നിട്ട് നമ്മളെ ചെസ്റ്റിലോ നമ്മളെ ഫേസിലോ വന്നിടിക്കും. സോ നമുക്ക് അപകടം ഇമ്പാക്റ്റ് കൂടും, പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ലെവലിലോട്ട് എത്തും അല്ലേ. ഈ വലിയ സ്റ്റിയറിംഗിൻ്റെ കോളം ഷാഫ്റ്റൊക്കെ പാട് ഇടിക്കുന്ന സമയത്തൊക്കെ പാടെ നമ്മളെ ചെസ്റ്റിൽ വന്ന് ഇടിച്ച് കഴിഞ്ഞാൽ അല്ലേ, അത് വലിയൊരു അപകടത്തിന് കാരണമാവും. സോ ഇത് അപകടം കുറക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പുതിയൊരു ടെക്നോളജി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഹൈഡ്രോളിക്, വുഡന്, കൊളാപ്സിബിൾ, റിജിഡ് അയൺ സ്റ്റിയറിംഗ്. ഏതാണ്? ഓപ്ഷൻ സി കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് ആയിരിക്കും ആൻസർ. കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് അറിയുമ്പോൾ എന്താ? നമ്മളെ സ്റ്റിയറിംഗിന്റെ വീല് കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ളിൽ നിന്ന് ഒരു ഷാഫ്റ്റ് പോകും അല്ലേ. സ്റ്റിയറിംഗിന്റെ ഷാഫ്റ്റ് കഴിഞ്ഞാൽ അത് ഷാഫ്റ്റിനൊക്കെ സെറ്റ് വെച്ചിട്ട് ഒരു കോളത്തിനുള്ളിലാണ്, ഒരു പൈപ്പിനുള്ളിലാണ്. ഈ കോളം നമുക്ക് കൊളാപ്സ് ആവും. അതായത് കോളത്തിൽ ഒരു നെറ്റ് വരെ മെഷ് പോലെയോ അല്ലെങ്കിൽ ഒരു കോളത്തിനുള്ളിൽ മറ്റൊരു കോളം കയറി എന്നുള്ള ഒരു ജോയിന്റ് പോലെ, ഒരു ബോൾ ജോയിന്റ് പോലെയൊക്കെ ആയിരിക്കും സെറ്റ് വെച്ചിട്ടുണ്ടാകുക. ഇടി വരുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ മുകൾ ഭാഗം അവിടെ അതേപോലെ നിൽക്കുകയും താഴ്ഭാഗം എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയി അത് കൊളാപ്സിബിൾ ആകുന്ന രീതിയിൽ, അത് ചുരുങ്ങുന്ന രീതിയിൽ ഒക്കെ ആക്കിയിട്ട് മാറും. സോ അത് രണ്ട് രീതിയിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ ഒന്നെങ്കിൽ ഇത് ചുരുങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകും. അങ്ങനെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇത് നമ്മളെ ഇങ്ങോട്ട് സ്റ്റിയറിംഗ് വീൽ നമ്മളെ ചെസ്റ്റിലോട്ട് വന്നിടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഫേസിലോട്ട് വന്നിടിക്കുന്ന ഇമ്പാക്റ്റ് ഇല്ലാതാക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളം ഉപയോഗിക്കുന്നത്. സോ ആൻസർ സി ആയിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാണിജ്യ വാഹനങ്ങളിൽ പരമാവധി വേഗത നിയന്ത്രിക്കുന്നതിനായി ഘടിപ്പിക്കേണ്ട നിർബന്ധിത ഉപകരണം ഏത്? കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഘടിപ്പിക്കേണ്ട ഉപകരണം ഏതാ? സ്പീഡ് ഗവർണർ, സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, സ്പാർക്ക് അറസ്റ്റർ. ഏതായിരിക്കും ആൻസർ? സ്പീഡ് ഗവർണർ അല്ലേ. സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് ആണ് സ്പീഡ് ഗവർണർ എന്ന് പറയുന്നത്. സ്പീഡോമീറ്റർ നമുക്കറിയാം, നമ്മളെ വാഹനം എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നോക്കുന്നതാണ് സ്പീഡോമീറ്റർ. എത്ര കിലോമീറ്റർ നമ്മളെ വാഹനം സഞ്ചരിച്ചു എന്ന് നമുക്ക് അറിയാൻ വേണ്ടി നോക്കുന്നതാണ് നമ്മളെ ഓഡോമീറ്റർ. പിന്നെ സ്പാർക്ക് അറസ്റ്റ് നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സ്പാർക്ക് അറസ്റ്റർ എന്നുള്ളത്. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യന്, ട്രാഫിക് നിയമലംഘനം നടത്തുന്ന വാഹനം തടഞ്ഞു വെക്കാനോ പിടിച്ചെടുക്കാനോ അധികാരമുള്ള ഉദ്യോഗസ്ഥർ ആരെല്ലാം? ഓപ്ഷൻ എ ടോൾ പ്ലാസ ജീവനക്കാർ, ഓപ്ഷൻ ബി പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രത്യേകമായി അധികാരപ്പെടുത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ഓപ്ഷൻ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗാർഡുകൾ, ഓപ്ഷൻ ഡി ഇൻഷുറൻസ് ഏജന്റുമാർ. ആരായിരിക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പ്രത്യേകമായി അധികാരപ്പെടുത്തിയ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ. അവർക്കാണ് നമ്മൾ ഈ ട്രാഫിക് നിയമനം ലംഘനമൊക്കെ നടത്തി കഴിഞ്ഞാൽ വാഹനം പിടിച്ചു വെക്കാനുള്ള അധികാരമുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ കേട്ടപ്പോൾ വേറൊരു ചിന്തകളെ മനസ്സിൽ എന്തായാലും പോയിട്ടുണ്ടാവും. ടോൾ പ്ലാസ ജീവനക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. ടോൾ പ്ലാസ ജീവനക്കാർ വാഹനം പിടിച്ചു വെക്കുന്നതും അടിക്കുന്നതും വാഹനത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ. അവർക്ക് വാഹനം പിടിച്ചേക്കാനുള്ള അധികാരം ഒന്നും ഇല്ല എന്നുള്ളത് നമുക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ നമ്മൾ എന്തായാലും അതൊന്ന് ചിന്തിച്ച് പോയിട്ടെങ്കിലും ഉണ്ടാവും. ആൻസർ സംസ്ഥാന സർക്കാർ ഇതിനായി നിയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ട്രാഫിക് പോലീസിലുള്ള ഉദ്യോഗസ്ഥർ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരിക്കും ഇതെന്തുണ്ടായിരിക്കുക, പിടിച്ചു വെക്കാനുള്ള അധികാരമുള്ളത്. സോ ഇത്രയാണ് നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ റീസെന്റ് നടന്ന എക്സാമിലെ 10 ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പുതിയ ഡ്രൈവറിന്റെ ബാച്ച് നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ, പോലീസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. സോ ഈ പുതിയ ഡ്രൈവറിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഡ്രൈവർ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് ഒത്തിരി റാങ്കുകൾ വാരിക്കൂട്ടിയതാണ് CC-യിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ CC-യിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ കാണാം 8089200474 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇതേപോലെ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു സെക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രൈവർ എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.